ഐഡിയ വിൽപ്രൊഡക്റ്റിന്റെ അടുത്തൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം കേട്ടോ. അപ്പൊ നമ്മൾ നിൽക്കുന്നത് ഡ്രീം യൂസർ കാർ ഷോറൂമിലാണ്. കറക്റ്റ് നമ്മുടെ ലൊക്കേഷൻ വരുന്നത് പാലസ് സ്റ്റോപ്പ് നമ്മുടെ എന്നത്തെ പോലെ നമ്മുടെ ഷോറൂം. ഓക്കെ, നമ്മുടെ അർണോൾഡ് ഉണ്ട് കേട്ടോ കൂടെ. അർണോൾഡ് നമസ്കാരം. മുന്നേ നമ്മളൊരു വീഡിയോ ചെയ്തിരുന്നു. വീണ്ടും ഒരുപാട് വണ്ടികളൂടെ നടന്നിട്ടുണ്ട് കേട്ടോ. കുറെ വണ്ടികളുണ്ട്, ബാക്കിലേക്ക് കണ്ടില്ലേ, കുറെ വണ്ടികളും കാര്യങ്ങളുണ്ട്. അപ്പൊ നമുക്ക് സമയങ്ങളില്ല, നമുക്ക് ഡീറ്റെയിൽ വേഗം അർണോൾഡ് പറഞ്ഞു തരും. ആയിക്കോട്ടെ, ശരി, ഓക്കെ. സെന്നൊക്കെ നോക്കണവർക്ക് അവിടെ 55 രൂപയുടെ സെന്ന് ഫ്രണ്ടിൽ എടുക്കുന്നുണ്ട്. 55 രൂപയുടെ സെന്ന് എടുക്കുന്നുണ്ട്. അത് നമ്മള് ജസ്റ്റ് ഒന്ന് കാണിക്കാട്ടോ, പോണ സമയത്ത് ഒന്ന് കാണിക്കാം. ഇനി നമ്മള് അവിടെ നിന്ന് പരിചയപ്പെടാണ്ടല്ലേ. അടുത്ത് നമുക്ക് ഒരു ടാറ്റയുടെ ടിയാഗോ പറഞ്ഞില്ലേ? ഇല്ല, മൈക്രേ പറഞ്ഞ ടിയാഗോ. ഇതെങ്ങനെയാ? ഇത് 2018 മോഡല്. 18 സിംഗിൾ ഓണർ, ഫുൾ ഓപ്ഷൻ ഓട്ടോമാറ്റിക്, XZ ഓട്ടോമാറ്റിക്. ഫുൾ ഓപ്ഷൻ ആണ്. ഫുൾ ഓപ്ഷൻ ഓട്ടോമാറ്റിക് ആണ്. ഓട്ടോമാറ്റിക് വണ്ടിയാണ്. ഒരുപാട് ഓട്ടോമാറ്റിക് ഉണ്ടല്ലോ. ഒരുപാട് ഓട്ടോമാറ്റിക് ഉണ്ട്. ഈ എടുക്കുന്നത് ഫുൾ ഓട്ടോമാറ്റിക് വണ്ടികൾ എടുക്കുന്നുണ്ട് കേട്ടോ. ഇതെങ്ങനെയാ? വേറെ ഇത് വേറെ ആക്സിഡന്റ് കാര്യങ്ങളൊന്നും ഇല്ല. 66,000 കിലോമീറ്റർ. 66 ഓടിയിട്ടുള്ള സിംഗിൾ ഓണർ. എത്ര പറയുന്നത്? ഇത് 485. 4,85,000 ആണ് കേട്ടോ ഈ വണ്ടി പറയുന്നത്. ഇന്ത്യയിലൊക്കെ നല്ല നീറ്റാണ് കേട്ടോ, നല്ല നീറ്റാണ്. കാര്യങ്ങളൊന്നുമില്ല. വണ്ടിയാ. അതെ അതെ. ഇതിലേക്കോ? ഇത് 2017 മോഡൽ എത്തിയോസ് പെട്രോൾ ആണല്ലേ? സിംഗിൾ ഓണർഷിപ്പ് ആണ്. 48,000 കിലോമീറ്റർ ഓടിയിട്ടുള്ള 48 ഓടിയിട്ടുള്ള കമ്പനി സർവീസ് അല്ലേ? മേജറായിട്ട് റീപ്ലേസ് ചെറിയൊരു ക്രാക്ക് ഉണ്ട് അല്ലേ? അത് നമ്മള് ജെന്യൂനിറ്റിക്ക് വേണ്ടി അല്ലെങ്കിൽ മാറ്റി കൊടുക്കണമെന്നുണ്ടെങ്കിൽ മാറ്റി കൊടുക്കാം. ഓക്കെ, ഇതെന്തെങ്കിലും തട്ടിപ്പൊട്ടിതാന്ന് തോന്നുന്നു അല്ലേ? അതെ അതെ. ഓക്കെ, എത്ര പറയണേ പറഞ്ഞത്? ഇത് 5,50,000 രൂപ. സിംഗിൾ ഓണർ 5,17,000. സോറി 17 മോഡൽ കേട്ടോ. 5,50,000 50,000. ഓക്കെ, 5.5 ലക്ഷം കേട്ടോ. ഒരു പെട്രോള് സ്വിഫ്റ്റ് 2000 ആണോ? VXI. ഓക്കെ, സിംഗിൾ ഓണർഷിപ്പ് വണ്ടിയാണ്. സിംഗിൾ ഓണർഷിപ്പിലുള്ള ഒരു കമ്പനി സർവീസ്. 1,05,000 കിലോമീറ്റർ ഓടിക്കും. ഇയർ ഏതാ പറഞ്ഞത്? 2013 വണ്ടിയാണ് കേട്ടോ. ഇതിൽ നമുക്കൊരു 15-16 മൈലേജ് മേജറായിട്ട് റീപ്ലേസ് ഒന്നും ഇല്ലല്ലോ? ഇല്ല, മേജർ ഒന്നും ഇല്ല വണ്ടിയാണ്. ഓക്കെ, ഇതിൽ നമുക്കറിയാം നല്ലൊരു പവർ വിൻഡോ വരുന്നുണ്ട്, പവർ വരുന്നുണ്ട്, സെന്റർ ലോക്ക് വരുന്നുണ്ട്, കാര്യങ്ങളൊക്കെ വരുന്നുണ്ട് കേട്ടോ. ഇത് 3,80,000 രൂപ ചോദിക്കുന്നു. 3,80,000 അല്ലേ? ഓക്കെ. അടുത്ത വണ്ടി എന്ന് പറയുന്നത് പോളോ ആണ്. GT ആണോ? അല്ല, പോളോ. ഡീസൽ പെട്രോള്. ഡീസൽ 2012 മോഡൽ, സെക്കൻഡ് ഓണർ. 12 മോഡൽ സെക്കൻഡ് ഓണർഷിപ്പ് ഉള്ള വണ്ടിയാണ് കേട്ടോ. വേറെ റീപ്ലേസ് ഇഷ്യൂസ് ഒന്നും ഇല്ല? വേറെ റീപ്ലേസ് ഒന്നും ഇല്ല വണ്ടിന്. ഓക്കെ, ഓട്ടം കൂടുതലുണ്ട്. 120. ഓക്കെ, ഡീസൽ വണ്ടിയല്ലേ? ഡീസൽ. അത്യാവശ്യം മൈലേജ് ഉണ്ടാവും. 3 സിലിണ്ടർ ആണ്. ഒരു 18 രൂപ ഉണ്ടാവും അല്ലേ? ഓക്കെ, എത്ര പറയണേ? ഇത് 2,80,000 രൂപ. എത്ര? 2,80,000 കേട്ടോ. 2,50,000 രൂപ ലോണും കയറും കേട്ടോ. അത് നെഗോഷ്യബിൾ റേറ്റ് ആണ് സംസാരിക്കുക. അതുണ്ട് അവിടെ? എസ്റ്റിലോ. അവിടെ ഒരു എസ്റ്റിലോ എടുക്കുന്നുണ്ട് കേട്ടോ. അത് എങ്ങനെ ഡീറ്റെയിൽ? 2011 മോഡല്. 11. സിംഗിൾ ഓണർഷിപ്പാ? സിംഗിൾ ഓണർ, സെക്കൻഡ് ഓണർ. 44,000 കിലോമീറ്റർ ഓടിയിട്ടുള്ളൂ. 44 ഓടിയിട്ടുള്ളൂ അല്ലെ? മേജറായിട്ട് ഇഷ്യൂസും കാര്യങ്ങളൊന്നും. ഇത് ഫ്രണ്ട് ഡോർ പവർ വിൻഡോ, AC എല്ലാം കാര്യങ്ങൾ. എത്ര പറയണേ? ഇത് 1,85,000. 1,85,000 ആസ്കിംഗ് പ്രൈസ്. സാലറി നോക്കി നടക്കണവർക്ക് ഇവിടെ ഡ്രീം യൂസർ കാർ ഷോറൂമിലുണ്ട്, വിയൂര്. പിന്നെ ഇവിടെ ഉണ്ട് അല്ലേ കുറെ. നമുക്കൊന്ന് ഓടിച്ചു നോക്കാട്ടോ വേഗം. ഇതോ വാഗനർ ഉണ്ട് വീണ്ടും. ഇത് 2007 മോഡൽ വാഗനർ. 27 വരെ പേപ്പർ കാര്യങ്ങളൊക്കെ ഉണ്ട്. ടെസ്റ്റ് പേപ്പർ കാര്യങ്ങളൊക്കെ ഉണ്ട്. വേറെ വണ്ടി മേജർ കാര്യങ്ങളൊന്നും ഇല്ല. റീപ്ലേസ് ഇഷ്യൂസ് ഒന്നും ഇല്ല. ഓക്കെ, എത്ര പറയണേ? ഇത് 1,40,000. നമുക്കൊരു 2007 കണ്ടു. അവിടെ 2006. 2015 വാഗണറോളാണെങ്കിൽ 15, 19. ഇത് 6. ഇത് 2007. സോറി, സാൻഡ്രോണ് 2006 ഉണ്ടല്ലേ? ഓക്കെ, അപ്പൊ ഒരുപാട് ആ റേഞ്ചിലുള്ള വണ്ടികളുണ്ട്. അതെ അതെ. ചെറിയ ബഡ്ജറ്റുകളുള്ളവർക്കൊക്കെ ചെറിയ ബഡ്ജറ്റിലുള്ളവർക്ക് 65, 800, അതായത് 60,000 രൂപ തൊട്ടിട്ട് അല്ലെങ്കിൽ ഒരു 50,000 രൂപ തൊട്ടിട്ട് വണ്ടികളുണ്ട്. ബെൻസ് വേണമെങ്കിൽ ആ റേഞ്ചിലുള്ള വണ്ടികൾ ഡയറക്റ്റ് പോകുന്നുള്ളൂ കേട്ടോ. അതും നെഗോഷ്യബിൾ റേറ്റിലാണ്. ഇത് എത്ര പറഞ്ഞു നമ്മള്? ഇത് 1,40,000. 1,40,000. ഇതിൽ AC ഉള്ളതല്ലേ? AC പവർ സ്റ്റിയറിംഗ്, 2 ഡോർ പവർ വിൻഡോ, സെൻട്രൽ ലോക്ക്, ഫോഗ് ലാമ്പ് ഒക്കെ വരും. എല്ലാ കാര്യങ്ങളും ഉണ്ട് കേട്ടോ. ഓക്കെ, ഇതോ? ഇത് 2014 രജിസ്ട്രേഷൻ വാഗനർ. വീണ്ടും വാഗനർ. VXI ആണ്. രജിസ്ട്രേഷൻ. അലോയിലും കാര്യങ്ങളും, 4 ഡോർ പവർ വിൻഡോ, സെൻട്രൽ ലോക്ക് ഒക്കെ കാര്യങ്ങളൊക്കെ വരുന്നുണ്ട് അല്ലേ?
ഓക്കെ. ഇത് 2,90,000 രൂപ. 90,000. നമ്മുടെ മറ്റേ വേനറിന്റെ അത്രയ്ക്ക് ഡിമാൻഡിന് വരുന്നില്ല അല്ലെ? പക്ഷെ ഇതാണ് റെഡി. സത്യം പറഞ്ഞാൽ ഓപ്ഷൻസ് ഉള്ളില്ല. ഓപ്ഷൻസ് ഉള്ളിലാണ്. അലോയിലും സൈഡ് സ്കേർട്ട്. അതെ അതെ അതെ, എല്ലാ ഓപ്ഷൻസ് ഉള്ളിലാണ് വരുന്നത്. എത്ര പറയണേ? ഇത് 2,90,000. 2,90,000. ഇതോ? ഇത് സെലറിയോ അല്ലേ? സെലറിയോ 2014 മോഡൽ. 14 മോഡൽ ഓട്ടോമാറ്റിക് VXI ഓട്ടോമാറ്റിക്. വീണ്ടും ഓട്ടോമാറ്റിക്കിന്റെ കളർ രണ്ടു ഓട്ടോമാറ്റിക്. സെക്കൻഡ് ആണ് 78,000 കിലോമീറ്റർ. വണ്ടി വേറെ തട്ടുമുട്ട് കാര്യങ്ങളൊന്നും. എത്ര പറയണേ? ഇത് 3,60,000. 3,60,000. വീണ്ടും നമുക്കൊരു സ്വിഫ്റ്റ് പരിചയപ്പെടാം. ഇത് ഡീസൽ പെട്രോളാ? പെട്രോൾ VXI. വീണ്ടും നമുക്കൊരു ഫുൾ ഓപ്ഷൻ സ്വിഫ്റ്റ് കേട്ടോ. 16 രജിസ്ട്രേഷൻ, 45,000 കിലോമീറ്റർ ഓടിയിരിക്കുന്നു. സെക്കൻഡ് ഓണർ. 45,000 കിലോമീറ്റർ ഓടിയിട്ടുള്ളൂ. സെക്കൻഡ് ഓണർഷിപ്പ് കേട്ടോ. നല്ല ടയറുകളും കാര്യങ്ങളാണ്. ഇതിൽ 400 പവർ വിൻഡോ, പവർ സ്റ്റിയറിംഗ്, മറ്റേ മിററൊക്കെ അഡ്ജസ്റ്റബിൾ ആണ്. എല്ലാ കാര്യങ്ങളും ഉണ്ട് കേട്ടോ. ഇതില് 4,40,000. 4,40,000. മേജറായിട്ട് റീപ്ലേസ് ഒന്നുമില്ല. VXI ആണ് കേട്ടോ. പെട്രോൾ വണ്ടിയാണ്. 4,40,000. നമുക്ക് ലോണൊക്കെ ചെയ്തുകൂടെ? ലോണൊക്കെ ചെയ്യാം കേട്ടോ. നമുക്ക് അതുപോലെ തന്നെ എക്സ്ചേഞ്ച് കാര്യങ്ങളൊക്കെ എങ്ങനെയാണ്? ഇത് 2018 മോഡൽ ഈക്കോ. 18 മോഡൽ. 48,000 കിലോമീറ്റർ ഓടിയിരിക്കുന്നു. സെക്കൻഡ് ഓണർ. സെക്കൻഡ് ഓണർഷിപ്പ് അല്ലേ? 5 സീറ്റ് AC ഫുൾ ഓപ്ഷൻ. AC ആണ് അല്ലേ? AC ആണ്. 8 സീറ്റർ? 5 സീറ്റ്. ഓക്കെ. ഇത് 4,85 ചോദിക്കുന്നു. 4,85 ആസ്കിംഗ് പ്രൈസ് ആണ്. ഡയറക്ടർ അർണോൾഡ് തന്നെ ഒന്ന് മീറ്റ്. ഇതിന് ഒരെണ്ണം കൂടി അവിടെ എടുക്കുന്നുണ്ട്, പുറത്ത് എടുക്കുന്നുണ്ട്. അത് 4,95. സെയിം കളർ, സെയിം സിംഗിൾ ഓണർഷിപ്പ് വണ്ടി, സർവീസ് AC 5 സീറ്റ് AC. ഓക്കെ. ഇത് നമ്മൾ പറഞ്ഞില്ലേ? പിന്നെ ഒരു കോഡിംഗ് ആണ്. 2016 വണ്ടി. ഇത് 47,000 കിലോമീറ്റർ, സിംഗിൾ ഓണർ, AC വണ്ടിയാണ്. ഓക്കെ. ഇതും 5 സീറ്റർ. 5 സീറ്റർ ആണ്. ബാക്ക് സീറ്റ് കൊണ്ട് അടിച്ചിട്ടുണ്ട് അവര്. എത്ര പറഞ്ഞേ? ഇത് 3,55. 3,55. ഓക്കെ. ഇനി സണ്ണി അല്ലേ? സണ്ണി. ഇത് 2015 മോഡല്. 15 മോഡൽ. സിംഗിൾ ഓണർ, 75,000 കിലോമീറ്റർ, ഓട്ടോമാറ്റിക്. പെട്രോൾ വിത്ത് CNG ഉണ്ട് അതില്? പെട്രോൾ വിത്ത് CNG ഉണ്ട്. മൈലേജും കിട്ടും. CNG ഉള്ള അത്യാവശ്യം മൈലേജ് കിട്ടും ഓട്ടോമാറ്റിക്കലി. ഓക്കെ. ഇത് നമ്മള് മൈലേജ് പറയുമ്പോൾ നമുക്ക് എത്ര എക്സ്പെക്ട് ചെയ്തതില്? ഇതൊക്കെ ഒരു 16 ഒക്കെ കിട്ടും. ഏത് പെട്രോളിലാ? CNG. പെട്രോള് കുറയും അല്ലേ? പെട്രോളാകുമ്പോ പിന്നെയും കുറയും. മൈലേജ് അതെ. എത്ര സ്ട്രോങ് ഉള്ള വണ്ടിയാണ് കേട്ടോ. എത്ര പറഞ്ഞതിന്? ഇത് 4,00,000 രൂപ. 4,00,000 രൂപയാണ് കേട്ടോ. അത് ആസ്കിംഗ് പ്രൈസ് മാത്രം. ഡയറക്ടർ ബ്രിഡ്സ്റ്റോണിന്റെ അടിപൊളി ടയറുകളൊക്കെ ഇട്ടു. ഓക്കെ. ഇത് നമ്മൾ പറഞ്ഞ സ്വിഫ്റ്റ് ഡിസയർ. ഇത് 2014 മോഡല് ഡിസയർ. 14 മോഡല് പെട്രോൾ അല്ലേ? VXI പെട്രോൾ വിത്ത് CNG. CNG ഉള്ളതാ. കമ്പനിയാണോ അത്? അല്ല, അന്ന് ബുക്കിൽ എൻഡോഴ്സ്മെന്റ് ചെയ്തിട്ടുള്ളതാണ് അല്ലേ? അത്യാവശ്യം നല്ല മൈലേജ് കിട്ടും. മോഡൽ അത് VXI. ഓക്കെ. ഇതില് സാധാ VXI അപേക്ഷിച്ചിട്ട് കൂടുതലൊന്നുമില്ല. ഒന്നും വേറെ വ്യത്യാസം. ഈ സ്റ്റിക്കർ സൈഡില് ഇത് സ്റ്റിക്കർ വർക്ക്, സീറ്റ് കവറും അത് വരുന്നുണ്ട്. അതെല്ലാ വണ്ടിയിലും പോലെ തന്നെ. ഓക്കെ. ഇത് 3,80,000 രൂപ. 3,80,000. മോഡൽ ഏതാ പറഞ്ഞത്? 2014 മോഡൽ. 14 മോഡൽ. കമ്പനി സർവീസ് വണ്ടിയാണ്. CNG-യില് നമുക്ക് എത്ര കിട്ടും? CNG-ലൊക്കെ 10-20 മേലെ മൈലേജ് കിട്ടും. ഒരു 18-19 എന്തായാലും കിട്ടും. ഓക്കെ. നമുക്ക് ബാക്കിലേക്ക് ഒന്ന് പോയാലോ? ഇതിന്റെ ബാക്കിൽ ഇവിടെ ലിവർ എടുക്കുന്നുണ്ട്. 2015 മോഡല്. ഡീസലാ? പെട്രോള്. 15 മോഡല്. ഇത് 4,40,000 രൂപ. 4,40,000 കേട്ടോ. ഡയറക്ടർ സംസാരിക്കുക. ലിവ പെട്രോൾ ആണ് വണ്ടി. കമ്പനി സർവീസ് ആണ് അല്ലെ? 400 പവർ വിൻഡോ, പവർ സ്റ്റിയറിംഗ്, സെൻട്രൽ ലോക്ക്, ഫോഗ് ലാമ്പ്, എയർ ബാഗ്. ടയറോടൊന്നും കുഴപ്പമില്ല കേട്ടോ. നിരീക്ഷണം ചെയ്യാൻ പറയാം. ടയറോടൊന്നും കുഴപ്പമില്ല. മേജറായിട്ട് റീപ്ലേസ് ഇഷ്യൂസ് ഒന്നും ഇല്ലല്ലോ? അതൊന്നും കാര്യങ്ങളൊന്നുമില്ല. പെട്രോൾ ആണ് വണ്ടി. അതിലേക്കോ? അത് 2014 രജിസ്ട്രേഷൻ ടെസ്റ്റർ. 13 മോഡൽ 14 രജിസ്ട്രേഷൻ. സിംഗിൾ ഓണർഷിപ്പ് ആണ്. 1,40 ഓടിയുണ്ട്. കമ്പനി ഹിസ്റ്ററി കാര്യങ്ങളൊക്കെ ഉള്ള വണ്ടിയാണ് കേട്ടോ. ടെസ്റ്റർ നോക്കണവർക്ക് ഒരു ഓപ്ഷൻ ആണ്. വേറെ റീപ്ലേസ് ഇഷ്യൂസ് ഒന്നും ഇല്ല. സിംഗിൾ ഓണർഷിപ്പിലാണ് ഓടിയേക്കണേ. എത്ര പറയണേ? ഇത് 3,60,000. 3,60,000 കേട്ടോ. ഡയറക്ടർ ലോണൊക്കെ കിട്ടില്ലേ? ലോണൊക്കെ കിട്ടും. 3 ലക്ഷം മേലേക്കൊക്കെ ലോൺ കിട്ടും അല്ലേ? അതോ ആ വണ്ടിയും? അത് സാൻഡ്രോ 2007. വീണ്ടും നമ്മുടെ ചെറിയ ബഡ്ജറ്റിലേക്ക് 68,000 കിലോമീറ്റർ. 68,000 കിലോമീറ്റർ. 2027 വരെ പേപ്പർ. ഓണർഷിപ്പ് എത്രയാ? ഓണർഷിപ്പ് തേർഡ്. കുഴപ്പമില്ല. ഈ മോഡല് വണ്ടികളാണ്. മോഡൽ പറഞ്ഞ വണ്ടികളാണ് കേട്ടോ. ടയറുകളും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഓക്കെ. എത്ര പറയണേ? 1,20,000. 1,20,000 രൂപ.
ഇത് നമുക്ക് ടെസ്റ്റ് വരുന്നത് 27 വരുള്ളൂ. 27 വരുള്ളൂ. ഇനിയുണ്ട് 2 കൊല്ലം അത്യാവശ്യം. ഇതിപ്പോ 2008 ടെസ്റ്റ് കഴിഞ്ഞ ഐറ്റൺ അലോയും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഹീറോയാണോ? ഇത് മാഗ്നയാണല്ലേ? ഫുൾ ഓപ്ഷൻ വണ്ടിയാണ്. 4 ഡോർ പവർ അലോയൊക്കെ ചെയ്തിട്ടുണ്ട്. 4 ഡോർ പവർ വിൻഡോ, പവർ സ്റ്റിയറിംഗ്, എല്ലാ കാര്യങ്ങളും വരുന്നുണ്ട്. 2008 മോഡല് 8 വണ്ടി അല്ലേ? ടെസ്റ്റ് കഴിഞ്ഞ് കിടക്കുന്ന വണ്ടിയാണ്. ടെസ്റ്റ് കഴിഞ്ഞാൽ 2028 വരെ 28 വരെ പേപ്പർ ഉണ്ട് കേട്ടോ. എങ്ങനെയാണ് ഡീറ്റെയിൽ? 1,70,000 ആണ്. അത് കാസ്റ്റിംഗ് പ്രൈസ് ആണ്. ചെറിയ മാറ്റങ്ങൾ മാറ്റങ്ങൾ അഡ്ജസ്റ്റ് ചെയ്ത് കൊടുക്കാം. അതുപോലെ തന്നെ ഒരു ഓൾട്ടോ 800 2014 മോഡല് വണ്ടിയാണ്. സിംഗിൾ ഓണർഷിപ്പ് അല്ലേ? 43,000 കിലോമീറ്റർ ആ കൂടിയിട്ടുള്ളൂ. 43 ഓടിയിട്ടുള്ളൂ. വേറെ റീപ്ലേസ് കാര്യങ്ങളൊന്നും ഇല്ല വണ്ടി. ഇത് നമ്മൾ ചോദിക്കുന്ന റേറ്റ് 2,40,000. 2,40,000 ചോദിക്കുന്നത് കേട്ടോ. അത് നമുക്ക് ലോണൊക്കെ കിട്ടില്ലേ? ലോണൊക്കെ കിട്ടും. അതിൽ നമുക്ക് ലോൺ കിട്ടും. ഐറ്റണമേ ഒരു 1 ലക്ഷത്തിന്റെ അടുത്ത് ചെറുതായിട്ടൊക്കെ എന്തെങ്കിലും ചെയ്യാം അല്ലെ? സാൻഡ്രോം കിട്ടില്ല. സാൻഡ്രോം കിട്ടില്ല. ഐറ്റം ചെറുതായിട്ട് എന്തെങ്കിലും ചെയ്യാം. കാപ്പ എഞ്ചിനാണ്, മൈലേജ് ഉള്ള എഞ്ചിനാണ് കേട്ടോ. ഇതോ പിന്നെ 2018 മോഡല് റെഡിഗോ 1000 റെഡിഗോ ഫുൾ ഓപ്ഷൻ വണ്ടി. ഫുൾ ഓപ്ഷൻ 1000 cc ആണ്. 1000 cc. ഓക്കെ. 29,000 കിലോമീറ്റർ ഓടിയിട്ടുള്ള സെക്കൻഡ് ഓണർ. 29,000 ഓടിയിട്ടുള്ള സെക്കൻഡ് ഓണർഷിപ്പ് കേട്ടോ. ഇത് റീപ്ലേസ് ഒന്നും ഇല്ലല്ലോ? ഒന്നും റീപ്ലേസ് ഇല്ല വണ്ടി. 2,40,000 ചോദിക്കണു. നെഗോഷ്യബിൾ ആയിട്ടാണ്. 2,40,000. വീണ്ടും ഒരു വാഗണർ നമ്മൾ നേരത്തെ കണ്ടു. 2007 പറഞ്ഞത്. 7 പറഞ്ഞു. നമ്മൾ നേരത്തെ പറഞ്ഞത് 1,40,000. നമ്മൾ ഒരു വിധമൊക്കെ ഇവിടെ നമ്മൾ കവർ ചെയ്തു അല്ലെ? നമ്മുടെ ഫ്രണ്ടില് കുറച്ച് വണ്ടികൾ എടുക്കുന്നുണ്ട്. അതൊന്ന് നോക്കിയാലോ? വീണ്ടും ഒരു ഫോർഡ് വന്നിട്ടുണ്ട് കേട്ടോ. നമ്മൾ പുറത്താണ്, വെയിലിന്റെ കുറച്ച് ഇഷ്യൂസ് ഉണ്ട്. പറഞ്ഞോളൂ. ഇത് എങ്ങനെ ഡീറ്റെയിൽ? 2010 വണ്ടി അല്ലേ? ഇപ്പൊ എഞ്ചിൻ വർക്കും കാര്യങ്ങളും എല്ലാം കഴിഞ്ഞിട്ടുണ്ട്. ടെസ്റ്റിന്റെ സമയം ഇപ്പൊ 2 വർഷം ടെസ്റ്റ് വരും. അതിനെല്ലാ വർക്കും കഴിച്ചിട്ടേക്കണ്ട. ഓക്കെ. ടെസ്റ്റ് കഴിഞ്ഞിട്ടുണ്ട് അല്ലേ? ടെസ്റ്റ് കഴിഞ്ഞില്ല. ടെസ്റ്റിന് വേണ്ടിയുള്ള എല്ലാ വർക്കും കഴിഞ്ഞിട്ടുണ്ട്. പെയിന്റിങ്ങും കാര്യങ്ങളും. ഇത് നിങ്ങൾക്ക് ടെസ്റ്റ് കഴിഞ്ഞ 5 വർഷത്തേക്ക് പേപ്പർ ആക്കിയിട്ടാണ് നിങ്ങൾക്ക് തരുന്ന റേറ്റ് പറയാൻ പോകുന്നത് അല്ലേ? 1,65,000. 1,60,000. അങ്ങനെയാണോ ഉദ്ദേശിക്കുന്നത്? ചെറിയ നെഗോഷ്യബിൾ ആണ് റേറ്റ്. ടെസ്റ്റ് കഴിഞ്ഞിട്ടാണ് നമ്മൾ കൊടുക്കുക. ടെസ്റ്റിന്റെ ഡേറ്റ് ആയിട്ടില്ല. 10 മാസം ആവുള്ളൂ ടെസ്റ്റ്. വണ്ടി വേറെ വർക്കൊന്നും ചെയ്യണ്ട. ടെസ്റ്റിന് വേണ്ട വർക്കൊന്നും ചെയ്യാം. അത്ര മാത്രം ചെയ്തിട്ടുണ്ട്. എല്ലാം ചെയ്തിട്ടേക്കുന്ന വണ്ടിയാണ്. 1,65,000 ആണ് കേട്ടോ. ഡയറക്റ്റ് വരാം. ഇത് ഡീസൽ അല്ലേ? ഡീസൽ. ഇതോ? ഇത് 2016 മോഡൽ ഇയോൺ. സിംഗിൾ ഓണർഷിപ്പ് വണ്ടിയാണ്. 69,000 കിലോമീറ്റർ ഓടിയിട്ടുള്ളൂ. സിംഗിൾ ഓണർഷിപ്പ് 69,000 ഓടിയിട്ടുള്ളൂ. 2,15 രൂപയുള്ളൂ. 2,15 ലക്ഷം. ലോണൊക്കെ കിട്ടും. ലോൺ കിട്ടും അല്ലെ? 1,80,000 ലോൺ കിട്ടും. അപ്പൊ അതോ ഇന്നോവ ഞങ്ങൾ ഓടിച്ചിട്ട് കാണിക്കുന്നുണ്ട്. നല്ല വെയില്, ഒരുപാട് വണ്ടികളുണ്ട്. 5 മോഡൽ ഇന്നോവ. 5 മോഡൽ ഇന്നോവ 8 സീറ്റർ അല്ലേ? ഇതിന് നമ്മൾ കേരള വണ്ടി 3,10,000 രൂപ. 3,10,000 രൂപ അല്ലെ? അത്ര നമ്മൾ ആസ്ക് ചെയ്യണുള്ളൂ കേട്ടോ. ഇത് വേറെ റീപ്ലേസ് ഇഷ്യൂസ് കാര്യങ്ങളൊന്നും ഇല്ല കേട്ടോ. അടുത്തോ? പിന്നെ ഈ സെന്നി 2004 മോഡല് നമ്മൾ നേരത്തെ പറഞ്ഞത് അല്ലേ? ഇത് 65 രൂപ. 65,000 രൂപ. AC ഉള്ള വണ്ടിയാണ്. പവർ സ്റ്റിയറിംഗ് ഉണ്ട്. പവർ സ്റ്റിയറിംഗ് AC ഉണ്ട് കേട്ടോ. അതുപോലെ 800 ടെസ്റ്റ് കഴിഞ്ഞ വണ്ടിയാ. MPFI എഞ്ചിനാ. അതെ. 2004 മോഡൽ തന്നെ. 2008 മോഡല് AC വണ്ടി. എത്ര പറഞ്ഞേ? ഇത് 75 രൂപ. 75 രൂപ. അത് നെഗോഷ്യബിൾ ആണ്. ഇതോ? ഇത് 2019 ടിയാഗോ XM പെട്രോള് സിംഗിൾ ഓണർഷിപ്പ് വണ്ടി. ഇതിന് റേറ്റ് ചോദിക്കുന്നത് 4 ലക്ഷം രൂപ. 4 ലക്ഷം രൂപ. ഒരുപാട് ചെറിയ ബഡ്ജറ്റിൽ വണ്ടികളുണ്ട് കേട്ടോ. ഓക്കെ. ഇതോ? പിന്നെ ഇത് 2006 ഓൾട്ടോ 6 വണ്ടി അല്ലേ? 2006 വണ്ടി. ഓക്കെ. ഇത് 85 രൂപയുള്ളൂ. 85 രൂപ. 6 മോഡൽ കേട്ടോ. ഡയറക്റ്റ് ഒന്ന് സംസാരിക്കുക. അതുപോലെ ജീപ്പ് ലോജിറ്റ്യൂഡ് 2017 മോഡല് 17 വണ്ടി. മേജർ സർവീസ് കഴിഞ്ഞിട്ടുണ്ട്. 85,000 കിലോമീറ്റർ സെക്കൻഡ് ഓണർഷിപ്പ് അല്ലേ? ഇത് 12 ലക്ഷം രൂപ. 12 ലക്ഷം. മേജർ ആയിട്ട് ഇഷ്യൂസ് ഒന്നുമില്ല. സർവീസ് ആണ്. ഡീസൽ അല്ലേ? അതൊക്കെ പെട്രോൾ ഉണ്ടാവില്ലല്ലോ അല്ലേ? പെട്രോൾ ഉണ്ട്. പെട്രോൾ ഇതുണ്ട് നമ്മുടെ വണ്ടികള്. ഇത് 2015 മോഡല് ഡിസൈറോ ഡീസൽ 15 VDI ഡീസലാണ്. ഇത് 4,50,000 രൂപ. 4,50. 4 ലക്ഷത്തിന്റെ അടുത്തൊക്കെ ലോൺ കയറും. നെഗോഷ്യബിൾ ആണ്. ഇതുപോലെ ക്രോസ് 2015 ഇത് 5,30 ഡീസൽ അല്ലേ? ഡീസൽ 5,30,000 കേട്ടോ. ഞങ്ങൾ വേഗം കാണിക്കുന്നത് വെയിലിന്റെയൊക്കെയാണ്. പിന്നെ ഒരു സെന്റ് ഉണ്ടല്ലോ അപ്പുറത്ത്. ഇതാണ് ഞാൻ പറഞ്ഞ 55,000 രൂപ. ചെറിയ മോഡലിന്റെ വണ്ടികൾ നടക്കുന്നുണ്ട് അല്ലെ? 98 മോഡല് AC സെന്നി. ഇത് നമുക്ക് രാത്രി എത്ര രൂപയ്ക്ക് കൊടുക്കാം? ഇത് 55 രൂപ പിടിച്ച് ചെറിയ എന്തെങ്കിലും മാറ്റം ഒരു 50 രൂപ കൊടുക്കാം കേട്ടോ. ഒരു 50 രൂപയ്ക്ക് സെന്നി. ഇത് ഏതാ മോഡല്? ഇത് 98 AC വണ്ടി. 98 AC വണ്ടി അല്ലേ? വണ്ടി വേറെ റീപ്ലേസ് കാര്യങ്ങളൊന്നും ഇല്ല. റീപ്ലേസ് വർക്കോ കാര്യങ്ങൾ അങ്ങനെ ഒന്നും ഇല്ല. വണ്ടി ഓട്ടോ എത്രയുണ്ട്?
ഓട്ടം 10-50,000 കണ്ട് എടുക്കുന്നതാണ്. ആ റേഞ്ചിൽ ഓടിയേക്കണേ അല്ലെ? ക്ലിയർ ആണോന്ന് അറിയില്ല. ടയറോളൊക്കെ ഉണ്ട് കേട്ടോ, കാര്യമൊന്നുമില്ല. ഒരു 50,000 ഉണ്ടെങ്കിൽ ഈ വണ്ടി കൊണ്ടുപോകാം അല്ലെ? കയ്യോടെ കൊണ്ടുപോകാം. വേറെ ഇയർ പറഞ്ഞുള്ളൂ. ഇത് എത്ര നാളുണ്ട് ടെസ്റ്റ്? ഇത് ഈ വർഷം ടെസ്റ്റ് വരും. ഈ വർഷം ടെസ്റ്റ് വരും. ടെസ്റ്റിന് കാര്യമായിട്ടൊന്നും ചെയ്യാൻ വരും. ചെറിയ പെയിന്റിങ് കാര്യങ്ങളൊക്കെ ഉണ്ട്. പോളിഷ് ചെയ്താൽ മാത്രം മതി അല്ലെ? AC കാര്യങ്ങളൊക്കെ വർക്കിംഗ് ആണ്. AC വർക്കിംഗ് ആണ്. വേറെ ഇഷ്യൂസ് കാര്യങ്ങളൊന്നും. ഇതോ? ഇത് ഓട്ടോമാറ്റിക്. ഓട്ടോമാറ്റിക്, വീണ്ടും ഒരു ഓട്ടോമാറ്റിക്. 2013 മോഡല്. 13. ഓക്കെ. ഒരു 260. 2,60,000 കേട്ടോ. ചെറിയ ബഡ്ജറ്റ് ഓട്ടോമാറ്റിക് ഒക്കെ വേണമെങ്കിൽ. അതെ, 2 ലക്ഷത്തി പറഞ്ഞു. 2,60,000 രൂപ. 2,60,000 രൂപ കേട്ടോ. ഓട്ടോമാറ്റിക് വണ്ടിയാണ്. VXI സിംഗിൾ ഓണർഷിപ്പ് വണ്ടിയാണ്. 58,000 കിലോമീറ്റർ ആകെ ഓടിയിട്ടുള്ളൂ. 58,000. ഇതിനൊക്കെ എത്ര മൈലേജ് വരുന്നത്? ഇതിനൊക്കെ ഒരു 15 ഒക്കെ കിട്ടില്ലേ? 14-15 ഉണ്ട്. സ്റ്റാർ അല്ലേ, ചെറിയ വണ്ടിയല്ലേ. റീപ്ലേസ് ഒന്നുമില്ല. ഇല്ല, റീപ്ലേസ് ഒന്നുമില്ല. ഇതോ? പിന്നെ ഇതാണ് ഞാൻ പറഞ്ഞത്, ഈക്കോ. പറഞ്ഞു നമ്മള്. ഞാൻ അവിടെ വെച്ച് പറഞ്ഞില്ല, ഒരെണ്ണം പുറത്ത് 2018 സിംഗിൾ ഓണർ കമ്പനി സർവീസ് വണ്ടിയാ. സിംഗിൾ ഓണർ കമ്പനി സർവീസ്. 45,000 കിലോമീറ്റർ ആകെ ഓടിയിട്ടുള്ള 5 സീറ്റ് AC. ഓക്കെ, ഇതാണ് നേരത്തെ പറഞ്ഞത് അല്ലേ? 395. എത്ര? 3,95,000. 3,95,000 ആണ് അല്ലേ? ഇതിന്റെ വൈറ്റും കൂടി വരാണ്ട് അത് 360 വരുന്നുള്ളൂ. 360 അല്ലേ? 18 തന്നെ 5 സീറ്റ് AC. ഇതാണ് കേട്ടോ നമ്മുടെ ഡ്രീം യൂസർ കാർട്ട്. നമ്മുടെ ഡീറ്റെയിൽ ഒന്നും പറഞ്ഞുതരോ? നമ്മുടെ ഇത് വരുന്നത് വിയ്യൂര് പാലം സ്റ്റോപ്പ്. വിയ്യൂരിന്ന് തൃശ്ശൂരിൽ നിന്ന് വരുമ്പോൾ വിയ്യൂര് പാലം സ്റ്റോപ്പ്. അത് തൃശ്ശൂരിൽ നിന്ന് വരുമ്പോൾ റൈറ്റ് സൈഡിലാണ്. അതായത് നേരെ നമ്മുടെ ഹോണ്ടയുടെ ഷോറൂമിന്റെ നേരെ ഓപ്പോസിറ്റ് ആണ് നമ്മുടെ ഡ്രീം യൂസർ കാർട്ട് ഷോറൂം. നമ്മുടെ ഗൂഗിളിൽ അടിച്ചു കൊടുത്തു കഴിഞ്ഞാൽ കറക്റ്റ് ലൊക്കേഷൻ കിട്ടും. അർണോൾഡാണ് ഇതിന്റെ മെയിൻ ആള്. അർണോൾഡ് ഫാദർ കൂടിയിട്ടാണല്ലേ? അടി കൂടിയിട്ടാണ്. അപ്പൊ അർണോൾഡ് ഡയറക്റ്റ് വന്നാൽ മതി. നമ്മുടെ ചാനലിന്റെ പേര് പറയുമ്പോൾ പ്രത്യേകിച്ച് എന്തെങ്കിലും അടിച്ചു കൊടുക്കാം. ലോണും കാര്യങ്ങളൊക്കെ ഉണ്ട്. എല്ലാ വണ്ടിക്കും ലോൺ കാര്യങ്ങൾ ചെയ്യാട്ടോ, അത് ആലോചിച്ച് പേടിക്കണ്ട. അതുപോലെ തന്നെ എക്സ്ചേഞ്ച് കാര്യങ്ങളും ഉണ്ട് കേട്ടോ. എല്ലാ കാര്യങ്ങളും ഉണ്ട്. ഇനിയിപ്പോ ഇവിടെ കാണിക്കാത്ത വണ്ടികൾ എന്ന് പറയാനായിട്ടൊന്നുമില്ല. എല്ലാ വണ്ടികളും ഒരു വിധം കാണിച്ചിട്ടുണ്ട്. ഇനിയിപ്പോ നിങ്ങള് മറ്റേ ലക്ഷറി വണ്ടികളൊക്കെ ചോദിക്കുകയാണെങ്കിൽ ഇവിടെ ഉണ്ട്. അതുണ്ട്, അത് നമുക്ക് അറേഞ്ച് കൊടുക്കാം. അപ്പൊ പെൻസ് കൂടി ഉണ്ടായതുകൊണ്ട് വരുന്ന സമയത്ത് എടുത്തുകൊണ്ട് പോയതാണ്. പെൻസ് എല്ലാ കാര്യങ്ങളും ഉണ്ട്. അപ്പൊ നമ്പർ ഒന്ന് പറഞ്ഞു കൊടുക്കും. ഫോൺ നമ്പർ 96565608 08 3333. ഓക്കെ.